ഹായ് അസ്സലാമലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ മോന് വേണ്ടിയിട്ട് ഒരു ചെയറാണ് ഓർഡർ ചെയ്തത്. അവനിപ്പോൾ ഫുഡൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ. അന്നേരം ഇരുത്തി ഫുഡ് കൊടുത്ത് ശീലിപ്പിക്കാമെന്ന് വെച്ചാൽ അന്നേരം നമുക്കും എളുപ്പമാണ് അവനും എളുപ്പമാണ്. അങ്ങനെ 3-in-1 ചെയറാണ് വാങ്ങിച്ചത്. അന്നേരം ഒരു ചെയർ തന്നെ നമുക്ക് 3 ഇതായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഹൈ ചെയറായിട്ട് യൂസ് ചെയ്യാം, പിന്നെ ലോ ചെയറായിട്ട് യൂസ് ചെയ്യാം, പിന്നെ ബേബി ചെയറായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഞാനിത് ഹണി ബീയുടെ ഒരു കമ്പനി വരുന്ന പ്രൊഡക്റ്റാണ് വാങ്ങിച്ചത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അങ്ങനെ ഇത് 3 കളറിലാണ് വരുന്നത്. ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഞാനിപ്പോൾ വാങ്ങിച്ചേക്കുന്നത് ബ്ലൂ ആണ്. അങ്ങനെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഹെവി പൈപ്പാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും വീഴുവോ എടുക്കുവോ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതിനകത്ത് സേഫ്റ്റി ബെൽറ്റ് ഉണ്ട്, പിന്നെ ഡൈനിങ് ട്രേ ഉണ്ട്, പിന്നെ എക്സ്ട്രാ കംഫർട്ടായിട്ട് കുഞ്ഞിന് ഇരിക്കുകയും ചെയ്യാം. പിന്നെ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്, നമുക്ക് ബോട്ടിലൊക്കെ വെച്ചിട്ട് കുഞ്ഞിന് വെള്ളമൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ പെട്ടെന്ന് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. അങ്ങനെ ഇത് ഞാൻ ആദ്യം ഇതൊക്കെ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് എങ്ങനെ എവിടുന്നാ തുടങ്ങണമെന്നൊന്നും അറിയാൻ വയ്യായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ച് ഇതിനകത്ത് മാനുവലും ഈ വന്നതിനകത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ എന്തായാലും ബോക്സൊക്കെ നോക്കി ഏകദേശം കണ്ടുപിടിച്ചാണ് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങിയത്. അങ്ങനെ അതിൻ്റെ കാലും കാര്യങ്ങളും ഒക്കെ ഞാൻ ഒരുവിധം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയറിനകത്ത് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് കണ്ടത് അതിനകത്ത് ചെറിയൊരു നോബുണ്ട്. അങ്ങനെ വെച്ചിട്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് റൈറ്റും ലെഫ്റ്റും എന്നും പറഞ്ഞ് ഫ്രണ്ടിലത്തെ കാലാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിന് കണ്ടുപിടിക്കുകയും ചെയ്യാം. അങ്ങനെ അതൊക്കെ നോക്കി ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചതാണ്ട് ഫ്രണ്ടിൽ നമ്മുടെ കുഞ്ഞിന് കാല് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂവും കാര്യങ്ങളുമാണ് അതിനകത്തുണ്ടായിരുന്നത്. അങ്ങനെ ഒരു കാല് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റി വെച്ചാൽ കുറച്ച് ടൈറ്റ് ചെയ്ത് കയറ്റണമല്ലോ. പിന്നെ രണ്ടാമത്തെ ഇത് വന്നപ്പോഴാണ് കുറച്ച് പെട്ടുപോയത്. അങ്ങനെ പിന്നെ വാപ്പയൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത്. ഇതിൻ്റെ ഹൈറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഒരു 81 സെൻറ്റിമീറ്ററാണ് വരുന്നത്. പിന്നെ നമ്മൾ അല്ലാതെ ബേബി ചെയറായിട്ട് നമ്മൾ താഴത്ത് അത്രയും ഹൈറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 54 സെൻറ്റിമീറ്ററിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഇത് ഞാൻ ഒരുവിധം ആദ്യം ഫസ്റ്റ് ശരിയാക്കി, പിന്നെ ബാക്കി വാപ്പായും കൂടെ ഹെൽപ്പ് ചെയ്ത് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യം ഫ്രണ്ടിലത്തെ കാല് സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് തിരിഞ്ഞു പോയി. ഞാൻ എൻ്റെ റൈറ്റും ലെഫ്റ്റും എന്നുള്ള രീതിയിൽ അത് സെറ്റ് ചെയ്തു. പിന്നെയാണ് താഴത്തെ കാല് വെക്കുന്ന ഭാഗത്ത് പാർട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് അത് ഒട്ടും പറ്റുന്നില്ല. അന്നേരമാണ് ആ ഒരു തെറ്റ് മനസ്സിലായത്. അങ്ങനെ പിന്നെ വീണ്ടും ഞാൻ അഴിച്ചു പണിഞ്ഞ് ഒന്നീന്നും പറഞ്ഞ് 2 കാലും സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് കറക്റ്റ് ചെയർ ഇടാൻ വേണ്ടിയിട്ട് സ്ക്രൂവും കാര്യങ്ങളും എല്ലാം കയറുന്നുണ്ട്. അങ്ങനെ അതും സെറ്റായി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ചെയർ എന്ന് പറയുന്നത് 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് സേഫ്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് മസ്റ്റായിട്ട് ഞാൻ ഒരുവിധം പേരൻസിൻ്റെ അടുത്ത് ഇത് വാങ്ങിക്കാൻ പറയുന്ന കാര്യമാണ്. കാരണം ഇത് നമ്മൾ ഫുഡ് കൊടുക്കാൻ നമ്മൾ അങ്ങനെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ സെൽഫ് ഈറ്റിങ് പഠിക്കുകയും ചെയ്യും. അത് എന്നിട്ട് നമുക്കും കൂടുതൽ യൂസ്ഫുൾ ആണ്. അപ്പം പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് അങ്ങനെയൊക്കെ ശീലിപ്പിച്ച. അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം വാപ്പ സെറ്റ് ചെയ്ത് തന്നായിരുന്നു. ഞാൻ ഇത് താഴെ ഇറക്കി നല്ലതുപോലെ വാപ്പ പിന്നെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ നല്ലപോലെ മുറുക്കി തന്ന്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കുള്ള കലാപരിപാടികളാണ് ഇതൊക്കെ. അങ്ങനെ പിന്നെ അതിൻ്റെ ഡൈനിങ് ടേബിളും അതും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് എന്നിട്ട് അസി അതിനകത്തൊന്ന് ഇരുത്താൻ നോക്കുമായിരുന്നു. അതിനകത്ത് സ്പീഡ് ഞാൻ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നത്. അന്നേരം പെട്ടെന്നില്ല മോനെ പിടിച്ചിരുത്തിയ കണക്ക് തോന്നും. അങ്ങനെയല്ല, പതുക്കന്നെ സ്ലോലിയാണ് പിടിച്ചിരുത്തിയേക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് മോനെ ഇരുത്തിയതിന് ശേഷമുള്ള വീഡിയോ ആണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് നല്ല കംഫർട്ടുമാണ്. കൂടുതൽ നേരം ഇപ്പം അതിനകത്ത് ഇരുന്നാണ് കളിയും കാര്യങ്ങളും. ഫുഡ് കൊടുക്കുമ്പോഴാണെങ്കിലും നിർബന്ധവും ഇല്ല, കഴിക്കുകയും ചെയ്യും. പൊന്നെന്തി ഇഷ്ടപ്പെട്ടോ? പൊന്നോഷിനെ ഇരിക്കാൻ ഇഷ്ടപ്പെട്ടോ?